അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 ഇനി അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എനിക്ക് ഏഷ്യാനെറ്റിനോട് വിനീതമായ ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും നല്ല അഭിനേത്രിക്കുള്ള അവാർഡ് നമ്മുടെ നൂറയ്ക്ക് കൊടുക്കണമെന്നുള്ളതാണ്. അത്രയ്ക്കും തകർപ്പൻ അഭിനയമാണ് ഇന്നത്തെ ലൈവ് എപ്പിസോഡിൽ നമ്മുടെ നൂറ കാഴ്ചവെച്ചത് എന്നുള്ളതാണ്. അത്രയ്ക്കും നമ്മുടെ അനു കരഞ്ഞ് കേണ് നൂറയുടെ കാൽമേൽ വീണ് അപേക്ഷിച്ചിട്ടും വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം പോലും നടത്താതെ എനിക്കൊരു മനസ്സമാധാനം തരൂ എന്ന രീതിയിൽ വരെ നൂറ പറഞ്ഞുകൊണ്ട് നൂറ ആദിലയെ സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ശരിക്കും സങ്കടം തോന്നിയതാണ്. ഏതായാലും ലൈവ് എപ്പിസോഡ് കണ്ട എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമായിരിക്കും. എന്നാൽ ആദില പുറത്തു പോകുന്ന സമയത്ത് ആദില പറഞ്ഞിരുന്നു, ഞാനൊരു ബോംബ് പൊട്ടിക്കണോ എന്ന് ചോദിച്ചാണ് ആദില അന്ന് അവിടെ നിന്ന് പോയത്. എന്നാൽ ആ ബോംബ് ഇന്ന് ബിഗ് ബോസിനകത്ത് വീണ് പൊട്ടി എന്നുള്ളതാണ്. ഇനി ആരെങ്കിലും ലൈവ് കാണാത്ത ആൾക്കാർ നമ്മുടെ റിവ്യൂ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആ കാര്യം ഒന്നുകൂടി നിങ്ങളോട് പറയുകയാണ്. സമയത്ത് എന്താണ് ആ ബോംബ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ അനുമോളുടെ PR ആയ ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നമ്പർ എഴുതിയിട്ട് ആദിലയുടെ കയ്യിൽ കൊടുത്തു എന്നും ആദില പുറത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അക്ബറിനെ തകർക്കണമെന്നും പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ച. ഈ ഒരു കാര്യത്തിൽ ഈ ബിഗ് ബോസ് വീടിനകത്ത് ഒരാൾ പോലും നമ്മുടെ അനുവിനെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരും അനുവിനെ ഒരേ സ്വരത്തിൽ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടു. അവസാനം കരഞ്ഞ് മേകി എന്ന് ബിഗ് ബോസിനകത്ത് വെച്ച് അവസാനം പ്രാക്ക് വരെ നടത്തുന്ന അനുവിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ശരിക്കും ഞാനും അനു എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് തീരെ ഒരു ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കൊരു അനുകമ്പ തോന്നിപ്പോയി. കാരണം ഇത്രയും തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ശരിക്കും ശരിയാണോ അല്ലയോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളും കൂടി ഒന്ന് ചിന്തിക്കണം. നമുക്ക് അനു ഇന്ന് ലൈവിനകത്ത് കരഞ്ഞ ആ കരച്ചിലിന്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇത് മനുഷ്യരിട്ടാ സഹിക്കാൻ പറ്റുന്നത്. നമ്പർ എനിക്ക് കാണാപ്പാടുള്ളൂ. എൻ്റെ നമ്പർ എനിക്ക് 3 നമ്പറുണ്ട്. ആ 3 നമ്പറുകൾ ഒറ്റ നമ്പറാണ് എനിക്ക് കാണാൻ അറിയാവുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്നാൽ എനിക്കിവിടെ നിൽക്കണ്ട. എൻ്റെ അമ്മ സത്യം, എൻ്റെ ദൈവത്തിലാണ്, എല്ലാ ദൈവത്തിനും ഞാൻ അങ്ങനെ ഔട്ടായി പോട്ടെ. ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ നമ്പർ എഴുതി കൊടുത്തത് എന്നെ വിശ്വസിക്കുന്നത് അറിഞ്ഞോടെ ഇങ്ങനെ ചെയ്യും. അവൾ അങ്ങനെ അവൾ അനുഭവിക്കും. സത്യം അല്ല, എന്തിനാണ് കഴിഞ്ഞിട്ട് ജീവൻ നശിപ്പിക്കുന്നത് ഇങ്ങനെ? അവൾ ദൈവത്തെ വിശ്വസിക്കുന്ന പെൺകൊച്ചല്ലേ? അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു നിമിഷം ചേട്ടനെന്ന് എന്തിനാ ചോദിക്കാത്തത്? ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തരമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഏതായാലും അനു പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അനുവിന് 3 നമ്പറുണ്ട് എന്നും അതിൽ ഒരു നമ്പറാണ് അനു നമ്മുടെ ആദിലക്ക് കൈമാറിയത് എന്നും അതുപോലെ തന്നെ ആദിലിന്റെ നമ്പർ അനുവിനും കൈമാറിയിട്ടുണ്ട്. എന്നാൽ ബിഗ് ബോസിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം കാരണമാണ് അനു കരയുന്നത് എന്നും അല്ലാതെ വേറെ വിഷമങ്ങളൊന്നും അനുവിനില്ല എന്നും വീട്ടുകാരെ വിളിച്ച് സമാധാനിപ്പിക്കണമെന്നൊക്കെയാണ് അനു ആദിലയോട് പറഞ്ഞത്. പക്ഷേ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നൂറയുടെ അഭിനയം അത്യുത്തമം എന്ന് മാത്രമല്ല, ഇനി ഒരു ഓസ്കാർ അവാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്രാവശ്യം ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ നമ്മുടെ ലാലേട്ടൻ നൂറയ്ക്ക് കൊടുക്കണം. കാരണം ഇവരെ വിളിച്ച് വീട്ടിൽ കുത്തിരിപ്പിക്കുമെന്ന് പറഞ്ഞ ആൾ നമ്മുടെ ലാലേട്ടനാണ്. ഞാൻ നിങ്ങളോട് പല വീഡിയോയിലായിട്ട് പറഞ്ഞിരുന്നു, ആദില എന്ന് പറയുന്നത് കട്ടപ്പയുടെ മുത്തച്ഛനായിട്ട് വരും. എത്രയൊക്കെ രീതിയിലുള്ള ഒരു പണി ഈ അവസാന നിമിഷം നമ്മുടെ അനുമോൾക്ക് കൊടുത്തിട്ടാണ് നമ്മുടെ ആദില വീട്ടിനോട് വിട പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങൾ അക്ബർ ഏറ്റെടുക്കുകയും അതിനുശേഷം വീട്ടിനുള്ളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു. എന്നാൽ നിവിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം മാത്രമാണ് നമ്മുടെ അനുമോളെ കുറച്ചെങ്കിലും വിശ്വാസത്തിലെടുത്തത് എന്നുള്ളതാണ്. അതിനുശേഷം നിവിൻ അക്ബറിനോട് പോയി ചോദിക്കുന്നതും, എന്നാൽ ഈ കാര്യങ്ങൾ 100% സത്യസന്ധമായിട്ട് ഈ എഴുതിയ നമ്പർ നമ്മുടെ നൂറയുടെ കബോർഡിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ നൂറ അത് എടുത്തിട്ട് വേസ്റ്റ് പാത്രത്തിലേക്ക് കൊണ്ടുവച്ചിടുന്ന ഒരു വീഡിയോ ഇപ്പോൾ ലീക്കായിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോയുടെ ചെറിയ ഒരു ഭാഗം, അതുപോലെ തന്നെ അക്ബർ പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് അതിൻ്റെ ഒപ്പരം കേൾക്കാൻ വേണ്ടി സാധിക്കും. സംസാരിച്ചു. അതായത് എവിക്ഷൻ സമയത്ത് എൻ്റെ ചെവിയിൽ ഒന്നിട്ട് പറഞ്ഞു, അക്ബർ തെറ്റിപ്പോയതാണ്, PR അല്ല ചില നമ്പറാണ് തന്നത്, അവരുടെ തന്നെ നമ്പറാണ് തന്നത്. പക്ഷേ പറഞ്ഞ മാറ്റർ അത് തന്നെയാണ്. എന്ത് പോകണം, വിളിക്കണം, സംസാരിക്കണം, ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ഇതാണ്. അപ്പോൾ അക്ബർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? സംഭവം എഴുതിയതൊക്കെ അനുവിൻ്റെ നമ്പറൊക്കെ തന്നെയാണ്, പക്ഷേ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്നാണ് അക്ബർ പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്ന അനുമോൾ തന്നെയാണ്. കാരണം അനുമോൾ ഇതിൻ്റെ മുന്നേ ഒരു എവിക്ഷൻ എപ്പിസോഡിൽ
നമ്മുടെ അക്ബറിനെ നോമിനേറ്റ് ചെയ്തതിന് ശേഷം പറയുന്നുണ്ട് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ അക്ബറും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നും അതുകൊണ്ട് അവസാന എപ്പിസോഡ് വരെ അക്ബർ ബിഗ് ബോസിനകത്ത് നിന്ന് പടി ഇറങ്ങുകയില്ല, ഇവിടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ആക്ഷേപം ആദ്യമായിട്ട് ഉന്നയിച്ചത് അനുമോളാണ്. അതുപോലെ തന്നെ ഈ PR-ന് പണം കൊടുത്തു എന്ന് ആദ്യമായി ബിഗ് ബോസിനകത്ത് തുറന്നു പറഞ്ഞത് അനുമോളാണ്. ഇതെല്ലാം അവസാനം തിരിച്ച് അനുമോളെ തന്നെ വന്ന് കൊത്തി എന്നുമാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമുക്ക് അങ്ങനെ സമാധാനിക്കാം. പക്ഷേ എത്രയും മത്സരാർത്ഥികൾ ഈ ബിഗ് ബോസിൻ്റെ സീസണിൻ്റെ 7ൻ്റെ ഉള്ളിൽ വന്നു പോയിട്ടും നല്ല ഒരു സുഹൃത്തിനെ സമ്പാദിക്കാൻ നമ്മുടെ അനുമോൾക്ക് ആ വീടിനകത്ത് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ആരായിട്ടും അനുമോൾ കൂട്ടുകൂടിയോ അവരെല്ലാം അവസാനം നമ്മുടെ അനുമോളെ ചതിക്കുന്നത് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടത്. അവസാനമായി ഇതൊക്കെ ഒരു ഗെയിമാണ്, ഇതൊക്കെ ഈ വീടിനകത്ത് വെച്ച് തീരുകയും വേണം. എന്നാൽ ഇത്രയും വലിയ ചതിയും കള്ളത്തരങ്ങളും എല്ലാം നടത്തിയതിന് ശേഷം പൊതുജന വികാരം ഞങ്ങൾക്കെതിരായി വരുമെന്ന് കണ്ടപ്പോൾ നമ്മുടെ ആദില അവരുടെ ഒഫീഷ്യൽ ചാനലിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് മദ്രാസിൽ നിന്ന്. ആ വീഡിയോൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ തമ്മിലുള്ള തെറ്റുകളെല്ലാം ഞങ്ങൾ പറഞ്ഞു തീർക്കുമെന്നും ഞങ്ങൾ പട്ടായെ പോകും, അടിച്ചു പൊളിക്കും, അങ്ങനെ എങ്ങനെയാണ് എന്നും അനു ഞാൻ തമ്മിലൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ ആദിൽ ആ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഏതാനും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഇതാക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞതും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സൈഡിൽ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവർ എല്ലാവരും വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറയും. അപ്പോൾ ഇവള് എൻ്റെ ചെവിയിൽ ഇത് ഓരോന്ന് പറഞ്ഞത് എന്നെ യൂസ് ചെയ്യുമായിരുന്നു റബ്ബേ. എനിക്ക് അങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എനിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് കൂടി ഇവള് അപ്പോൾ എന്നെ ഇങ്ങനെ എന്താ പറയുക ജെനുവിൻ അല്ലായിരുന്നു എന്നോട്, അങ്ങനെയൊക്കെയുള്ളൊരു സംഗതി തോന്നിയിട്ടുണ്ട്. ട്രൂ ഫ്രണ്ടാണ്. പക്ഷേ അങ്ങനൊരു സംഗതി നമുക്ക് അതിനുള്ളത് തോന്നിപ്പോവും. അത് എൻ്റെ ഒരു അവസ്ഥയാണ്, ഇല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ്. ഇപ്പോൾ ഷാനവാസ് കട എന്ന് തന്നെ പറയുകയാണെങ്കിൽ പുള്ളി ഒരു പാവ മനുഷ്യൻ തന്നെയാണ്. ഉള്ളിൽ നന്മയുള്ള സംഗതി തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് അവിടെ എന്താ പറയുക ഒരു സംഗതി കിട്ടിയാൽ അത് റെഡിയാവാൻ ഭയങ്കര പാടാണ്. അത് എന്താ പറയുക, അത് ആ സ്പേസ് അങ്ങനെയാണ്. നമ്മുടെ പ്രശ്നം മാത്രമല്ല, അത് അവിടുത്തെ ഒരു ചുറ്റുപാടിൻ്റെയും നമ്മുടെ പുറത്ത് ആൾക്കാർ നമ്മളായിട്ട് കൂടാത്തതിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് ആണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ എനിക്കിനിപ്പോൾ അനുവിനോടാണെങ്കിലും ആരോടാണെങ്കിലും ഉണ്ടെന്നതിന് കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ പുറകെ പോകും. വരുന്നാണുമില്ല, ഞാൻ പുറകെ പോകും. കാരണം ആരും ആ സാഡ്നസ് വെച്ച് നിൽക്കണ്ട. എനിക്കതിനോട് താല്പര്യമില്ല. ഒരു സംഭവം സാഡായിട്ട് ഉണ്ടായിരുന്നത് ത്രൂ ഔട്ട് ലൈഫിലാണ് നമ്മൾ ട്രാക്ക് ചെയ്ത് പോകരുത്. നമ്മളത് ഓക്കെ ആക്കി കൊണ്ടുവരണം. ഇപ്പോൾ അവൾ ഇറങ്ങിയിട്ടാണെങ്കിലും ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ പട്ടായൊന്നും പോയില്ല, അപ്പോൾ ഞങ്ങൾ പട്ടായ പോകും. പക്ഷേ ഈസ് ഓക്കെ വിത്ത് മീ. നമ്മളെല്ലാവരും പട്ടായ പോകും. നമ്മൾ അടിച്ചു പൊളിക്കും. നിങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ഹാപ്പി മൂമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യും. അല്ലാതെ കാര്യങ്ങൾ നമ്മൾ പ്രൈവറ്റ്ലി പറഞ്ഞ് അത് സോൾവ് ആക്കി ഓക്കെ ആക്കും. കാരണം ഈ ക്യാമറകളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ കാണിച്ചു തരാനായിട്ട്. അത് കാണിച്ചാൽ നമുക്ക് അത്ര ആർട്ടിഫിഷ്യലായിട്ട് ഓക്കെ ആക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ അവൾ വന്നാലും ഞാനിനി അവൾ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, എനിക്കൊരു സിസ്റ്റർലി വൈബായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ടാസ്കിനും കാര്യങ്ങൾക്കൊക്കെ നമ്മളെ നിലപാട് പറയുന്നതാണ്. എല്ലാവർക്കും എന്നിലും ഉണ്ട് നല്ലതും ചീത്തയും ഇല്ലാന്നില്ല. അത് നിങ്ങൾ എന്നെ കാണുന്ന പോലെ ഇരിക്കും. അനുവിലും ഉണ്ട് നല്ലതും ചീത്തയും, നൂറയിലും ഉണ്ട് നല്ലതും ചീത്തയും, എല്ലാവരിലും ഉണ്ട്. അത് നിങ്ങൾ കേട്ടു കാണും ആതിര പറയുന്നത് എല്ലാം ബിഗ് ബോസ് വീടിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ അവരുടെ പ്രശ്നമല്ല എന്നും ആ വീടിൻ്റെ അകത്ത് താമസിക്കുമ്പോൾ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അത്തരം ചില സാഹചര്യങ്ങളിലൂടെയാണ് ഷാനവാസ് കൈയും അങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് റിക്കവർ ചെയ്ത് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം ആദില പറഞ്ഞ് കാര്യങ്ങൾ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. കാരണം ആദിലക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം ബിഗ് ബോസിനകത്ത് പുറത്തു വന്നതിന് ശേഷം അവിടെയുള്ള ആൾക്കാരെല്ലാം അനു നിങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലൊക്കെ ഏകദേശം കാര്യങ്ങളെല്ലാം പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇനി ജനങ്ങളും അതുപോലെ തന്നെ PR വർക്കുകളും എല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ നൂറയെ ആരും ഡീഗ്രേഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വമാണ് ഈ വീഡിയോ ആദില ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ തന്നെ പറഞ്ഞു തീർക്കാന്നുള്ളൊരു സംഗതിയാണ് ഞാൻ ഇതാക്കിയതല്ല. അപ്പോൾ അത് പൊട്ടിച്ചു ഒന്നും നോക്കണം, അതൊന്നുമല്ല. എനിക്ക് അവിടെ നിന്ന് പോകുമ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോകുന്നത് നല്ല ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ഈ സാധനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് നിങ്ങളോട് പറയാൻ എനിക്കറിയാതെ അനു കാണും ഇറങ്ങിയിട്ടാണെങ്കിലും. അപ്പോൾ അവർക്ക് എന്നോട് ഓക്കെ ആവാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ ആവട്ടെ, ഓക്കെ ആവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഉണ്ടായിരുന്നു. നൂറേം കരയുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഭയങ്കര ഇതായി പോയി. കാരണം അത്ര നല്ലൊരു ബോണ്ടായിരുന്നല്ലേ നമ്മുടേത്. അങ്ങനത്തെ ഉള്ളൊരു സംഗതിയൊക്കെ പിന്നെ കുറേ പേര് വന്ന് എന്നോട് ടീം പറഞ്ഞിരുന്നു അതിൽ നൂറ നിങ്ങളൊന്നും അതിനൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ, തെറ്റിദ്ധാരണകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സോൾവ് ആക്കാന്നുള്ള സംഗതികൾ കുറേ പേര് നമ്മളെ ഇഷ്ടമുള്ള കുറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ കൺസിഡർ ചെയ്ത് അതൊക്കെ എനിക്ക് തോന്നി യെസ് യു ഗൈസ് ആർ ഓൾസോ റൈറ്റ്. നമ്മളിത് വെച്ചുകൊണ്ടിരിക്കേണ്ട, ഉള്ളത് പറഞ്ഞ് ഇതാക്കണം. അല്ലെങ്കിൽ ഞാൻ ഇതാകും. പക്ഷേ എനിക്ക് ആ ഒരു എക്സ്ട്രാ സ്നേഹോടെ കിട്ടിയപ്പോൾ അത് എനിക്ക് എക്സ്ട്രാ ഒരു പുഷായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഈ ഒരു സംഗതി ഇങ്ങനെ നമ്മുടെ ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പോകുന്നു. എനിക്കത് സ്റ്റിൽ പോകണമെന്നുണ്ട്. ബട്ട് അനുവിന് മേ ബി അനുവിന് ഹേർട്ടായിട്ടുണ്ട്. അവൾക്കത് കുറച്ച് റെഡിയാവും, ഓക്കെ ആവാനും കാര്യങ്ങൾക്കും ഇറങ്ങിയേക്കുന്ന ആൾക്കാരൊന്നും മൊത്തം ഹീൽഡല്ല. തെറ്റുകളെല്ലാം മനസ്സിലാക്കി
ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കണമെന്നൊക്കെ പറയുന്നതിനെ ഞാൻ ഹാർദ്രമായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ബിഗ് ബോസിന് പുറത്ത് വന്നിട്ട് എത്ര എന്നെ ആട്ടിപ്പായിപ്പിച്ചാലും ഞാൻ പോവുകയില്ല, എനിക്കതിലൊരു കുറവില്ല, ഞാൻ വീണ്ടും വീണ്ടും പുറകെ പോയി കമ്പനി കൂടുമെന്നാണ് ആദില പറയുന്നത്. ആദിലൊക്കെ ഉളുപ്പില്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് ഈ ബിഗ് ബോസ് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കാരണം അത്രയ്ക്കും വലിയ ആരോപണങ്ങൾ സ്വന്തം ഫാമിലിക്ക് വരെ എതിരായിട്ട് പോലും ഉന്നയിച്ചിട്ട് അതിൽ ലാഭം കൊയ്യുന്ന ഒരാളാണ് അതിൽ. അതുകൊണ്ട് നാണത്തിൻ്റെ കാര്യമൊന്നും തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അത് ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കാൻ പോകുന്ന സമയത്ത് കട്ടപ്പ എന്ന പേരിന് 100% അർഹയായിട്ടുള്ളത് നമ്മുടെ ആദില തന്നെയാണ്. എന്നാൽ ഓസ്കാർ അവാർഡിന് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു പുരസ്കാരം കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഏഷ്യാനെറ്റ് നമ്മുടെ നൂറ എന്ന് പറയുന്ന ഈ ലെസ്ബിയൻ കപ്പിളിലെ രണ്ടാമത്തെ കുട്ടിക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് വിനീതമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു അജണ്ടയുടെ പുറത്ത് തന്നെയാണ് ഏഷ്യാനെറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളൊന്നും ലൈവ് എപ്പിസോഡിൽ പൂർണ്ണമായിട്ട് അവർ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഒരു സംശയം, എന്തുകൊണ്ടാണ് അക്ബറിനെ നമ്മുടെ ഏഷ്യാനെറ്റ് സേവ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ നൂറയെ സേവ് ചെയ്തുകൊണ്ട് അനുമോളെ ഇത്രയ്ക്ക് അങ്ങോട്ട് ദ്രോഹിക്കുന്നത് എന്ന് ചില ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും അതിനെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഏതായാലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഏതായാലും ശനിയാഴ്ച വരെ നിങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സമയമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏതായാലും വിജയെ തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് വിലയേറിയതാണ്. അത് നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് മത്സരാർത്ഥിയാണോ അവർക്ക് നിങ്ങൾ വിനിയോഗിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വിജയിയെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അല്ലാത്ത പക്ഷം PR സപ്പോർട്ടുമായി വരുന്ന ഏതെങ്കിലും ഒരു PR ബേബി കപ്പും കൊണ്ട് പോകുന്നതും നമ്മൾ കാണേണ്ടതായിട്ട് വരും. വീണ്ടും നല്ലൊരു വ്യൂമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.